ഹായ്, സി ടി ക്രിയേഷൻസിൻ്റെ പുതിയ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷ ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്തിലൂടെ നമുക്ക് 3 ചാപ്റ്റർ കൂടി കവർ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ടാണ് വന്നത്. 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുന്നത് പോലെ അലോഹ സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തീരും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാനൽ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകളുടെ റിവിഷൻ ക്ലാസ്സുകൾ ചാപ്റ്ററുകളുടെ റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അലോഹ സംയുക്തങ്ങൾ എന്നാണ്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് അമോണിയയെക്കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ അമോണിയ ആണ് ആദ്യം നമ്മളിവിടെ പഠിക്കുന്ന ഒരു സംഭവം. അമോണിയ എന്ന് പറയുമ്പം ഏറ്റവും വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ഉൽപ്പന്നമാണ് അമോണിയ. ഏറ്റവും കൂടുതലായിട്ട് അമോണിയ ഉപയോഗിക്കുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ്, അതായത് രാസവള നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് അമോണിയ. അതുകൊണ്ട് തന്നെ അമോണിയ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള, അതായത് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു പദാർത്ഥമാണ് അമോണിയ. അത് അമോണിയ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലോഹ സംയുക്തമാണ്. അമോണിയയിലുള്ളത് നൈട്രജനും ഹൈഡ്രജനുമാണ്, രണ്ടും അലോഹങ്ങളാണ്. അലോഹ സംയുക്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് അമോണിയ. അപ്പോൾ അമോണിയയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒന്ന് അമോണിയയുടെ പരീക്ഷണശാലയുടെ നിർമ്മാണം. ആദ്യം പഠിക്കുന്ന അമോണിയയുടെ പരീക്ഷണശാലയുടെ നിർമ്മാണമാണ്. ഈ പരീക്ഷണശാലയുടെ നിർമ്മാണത്തിൽ അമോണിയ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാം. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അഭികാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാം. അതിനുള്ള ഉത്തരമാണിത്. ഒന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, മറ്റൊന്ന് അമോണിയം ക്ലോറൈഡ്. ഏതൊക്കെയാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡുമാണ് പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ അഭികാരകങ്ങൾ. അത് പ്രത്യേകം ഓർത്തു വെക്കണം, ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ സമവാക്യമാണ്, അതായത് പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ സമീകൃത സമവാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യം നമ്മൾ എഴുതണം. CaOH twice plus 2NH4Cl gives CaCl2 plus 2NH3 plus 2H2O. ഈ സമവാക്യമാണ് നമ്മൾ എഴുതേണ്ടത്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിൻ്റെ സമവാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യമാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് 1-2 ചോദ്യങ്ങളുണ്ട്. പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രവർത്തനത്തിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടൊപ്പം അമോണിയയുടെ കൂടെ ജലാംശം കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ ജലാംശത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പരീക്ഷണത്തിൽ ഒരു പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ശോഷകാരകം അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം കാൽഷ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്ക എന്ന് പറയും. കാൽഷ്യം ഓക്സൈഡിനെയാണ് ഇവിടെ നമ്മൾ ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്ന ഈ പരീക്ഷണത്തിലെ അമോണിയ നിർമ്മിക്കുന്ന ഈ പ്രവർത്തനത്തിലെ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലെ ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്നത് കാൽഷ്യം ഓക്സൈഡിനെയാണ്. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽഷ്യം ഓക്സൈഡിനെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. പിന്നെ ഇവിടെ മറ്റൊരു ചോദ്യം, നമ്മൾ അവസാന ഭാഗത്ത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അടുത്ത ഒരു ചോദ്യം, നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ ശോഷകാരക ഗുണം എന്നുള്ള ഒരു കാര്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സൾഫ്യൂരിക് ആസിഡ്, അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ കാൽഷ്യം ഓക്സൈഡിനെയാണ് ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്നത്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ശോഷകാരകം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് അത്ര തന്നെ പവർഫുൾ അല്ലാത്ത ഒരു ശോഷകാരകത്തെ ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇത്. അതായത് അമോണിയ ബേസിക് നേച്ചറാണ്, അതായത് ആൽക്കലി സ്വഭാവമുള്ള, ബേസിക സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് അമോണിയ. അതുകൊണ്ട് തന്നെ അമോണിയയെ
ഈർപ്പരഹിതമാക്കാൻ, ഡ്രൈ ആക്കാൻ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ബേസിക് നാച്ചുറൽ അമോണിയയും അസിഡിക് നാച്ചുറൽ സൾഫ്യൂരിക് ആസിഡും തമ്മിൽ കൂടിച്ചേർന്നാൽ അവിടെ രാസപ്രവർത്തനം, ന്യൂട്രലൈസേഷൻ പ്രവർത്തനം നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്. അപ്പോൾ അമോണിയയുടെ സ്വഭാവങ്ങൾ, ഭൗതിക ഗുണങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും നമ്മൾ പഠിക്കുന്നതാണ് ബേസിക് ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി സ്വഭാവമാണ്, ബേസിക സ്വഭാവമാണ്. പിന്നെ അത് സൊല്യൂബിൾ ഇൻ വാട്ടർ. അമോണിയ നല്ലപോലെ ജലത്തിൽ ലയിക്കുന്ന ഒരു വാതകമാണ്. മറ്റൊന്ന് കളർലെസ്, കളറില്ലാത്ത, പ്രത്യേകിച്ച് ഒരു കളറൊന്നും ഇല്ലാത്ത ഒരു വാതകമാണ്. പിന്നെ ഓഡർ സ്മെൽ, പിന്നെ രൂക്ഷഗന്ധമുള്ള വാതകമാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ സൊല്യൂബിൾ ഇൻ വാട്ടർ, ജലത്തിൽ നല്ലപോലെ ലയിക്കും അമോണിയ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വാട്ടർ ഫൗണ്ടൻ എക്സ്പെരിമെന്റ് പഠിക്കുന്നത്, ജലധാര പരീക്ഷണം. നമുക്കറിയാം, ഒരു ബീക്കർ ഇങ്ങനെ തല കീഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡെലിവറി ട്യൂബിലൂടെ പിന്നെ അമോണിയ ഇറങ്ങിയ വെള്ളം മുകളിലേക്ക് ചീറ്റി കയറുന്നതൊക്കെ നമ്മൾ പഠിച്ചൊരു പരീക്ഷണം, ജലധാര പരീക്ഷണം, വാട്ടർ ഫൗണ്ടൻ എക്സ്പെരിമെന്റ്. അവിടെയാണ് നമ്മൾ അമോണിയയുടെ ജലത്തിലുള്ള ലയത്വം മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മളവിടെ പഠിച്ചു, ഫിനോക്തലിൻ ചേർത്ത വെള്ളം അമോണിയയിൽ എത്തുമ്പോൾ പിങ്ക് നിറമാകും. കാരണം ഫിനോക്തലിൻ പിങ്ക് നിറം കാണിക്കുന്നത് പിന്നെ ആൽക്കലി സ്വഭാവമാണ്, ബേസിക സ്വഭാവമുള്ള പദാർത്ഥങ്ങളിലാണ്. അതുകൊണ്ട് അമോണിയക്ക് ബേസിക സ്വഭാവമാണെന്ന് അങ്ങനെ തിരിച്ചറിയാം. പിന്നെ മറ്റൊന്ന്, അമോണിയ ജലത്തിൽ ലയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ആ പരീക്ഷണം. അപ്പോൾ അമോണിയയുടെ ജലത്തിലുള്ള ലയത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമുണ്ട്. അതായത് അമോണിയ ജലത്തിൽ ലയിക്കുമ്പോൾ അമോണിയയുടെ ജലത്തിലെ ലയത്തെ NH3+ H2O gives NH4OH എന്നാണ്. അമോണിയ ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം അങ്ങനെയാണ്. NH3+ H2O gives NH4OH. അമോണിയം ജലം കൂടി ചേർന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അമോണിയം ഹൈഡ്രോക്സൈഡ്. ഈ അമോണിയം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന പേരാണ് ലിക്കർ അമോണിയ എന്ന്. അമോണിയം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേര് ലിക്കർ അമോണിയ എന്നാണ്. എന്നാൽ മറ്റൊരു ടേമും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ലിക്കർ അമോണിയോടൊപ്പം തന്നെ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ലിക്വിഡ് അമോണിയയും ലിക്കർ അമോണിയയും ഒന്നല്ല. ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമോണിയ വാതകത്തെ, അമോണിയ ഗ്യാസിന് നമ്മൾ എളുപ്പത്തിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട്, അതിനെ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ട് അമോണിയ ഗ്യാസിന് നമുക്ക് ലിക്വിഫിക്കേഷൻ നടത്താൻ സാധിക്കും, ദ്രവീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ ദ്രവീകരിച്ച് കിട്ടുന്ന അമോണിയ ദ്രാവകത്തെയാണ്, അതിൽ അമോണിയ മാത്രമേ ഉണ്ടാവുള്ളൂ, അമോണിയ ദ്രാവകത്തെയാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയാം. എന്നാൽ ലിക്കർ അമോണിയ എന്ന് പറയുന്ന അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെയാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെയാണ് ലിക്കർ അമോണിയ. അപ്പോൾ ലിക്കർ അമോണിയ എന്നും ലിക്വിഡ് അമോണിയ എന്നും ഈ അമോണിയ, ഈ ടേംസിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമോണിയയുടെ പരീക്ഷണാലയ നിർമ്മാണം, അതേപോലെ ഇതിൻ്റെ സമവാക്യം, പിന്നെ അമോണിയയുടെ സ്വഭാവം, ജലത്തിലുള്ള ലയത്വം, ശോഷകാരകമായിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ ആദ്യ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇനി. അപ്പോൾ നമ്മൾ പറയാം, അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് അന്തരീക്ഷ നൈട്രജനെ ഹൈഡ്രജനുമായി പ്രവർത്തിച്ചിട്ടാണ് വ്യാവസായികമായി, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേര് ഹേബർ പ്രോസസ്സ് എന്നാണ്, ഹേബർ പ്രക്രിയ എന്നാണ് ഈ രീതിയെ പറയുന്ന പേര്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാക്കുന്നത്. പിന്നെ ഹേബർ പ്രക്രിയ എന്നുള്ളതാണ് ആ പ്രോസസ്സിൻ്റെ, ആ പ്രക്രിയയുടെ പേര്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ചി അയൺ ആണ്, സ്പോഞ്ച് രൂപത്തിലുള്ള അയൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഇത്രയും കാര്യങ്ങൾ അമോണിയയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കണം. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏകദിശാ പ്രവർത്തനങ്ങളും ഉഭയദിശാ പ്രവർത്തനങ്ങളുമാണ്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. ഒരു പിന്നെ ചെറുതായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറയാം. ഏകദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു, ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളായിട്ട് മാറുന്നില്ല. ഏകദിശാ പ്രവർത്തനം, ഒരു ദിശയിലേക്ക് മാത്രം നടക്കുന്ന പ്രവർത്തനം. അതിന് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ. ഇത് രണ്ടും സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാവുന്നു. ഒരിക്കലും സോഡിയം ക്ലോറൈഡും ജലവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഈ രണ്ട് പദാർത്ഥങ്ങൾ ലഭിക്കുന്നില്ല. മെഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചാൽ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. മെഗ്നീഷ്യം ഓക്സൈഡ് മെഗ്നീഷ്യം ഓക്സിജനായിട്ട്
തിരിച്ചു വരുന്നില്ല. എന്നാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉഭയദിശാ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഉഭയദിശാ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭികാരങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നം ഉണ്ടാവുകയും ഉൽപ്പന്നം തിരിച്ചെന്തന്നെയായിട്ട് മാറുകയും ചെയ്യുക, അഭികാരങ്ങളായിട്ട് മാറുകയും ചെയ്യുക. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അതിന് ഉദാഹരണങ്ങളാണ് ഇത് നൈട്രജൻ കൂടി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ സമവാക്യം. നൈട്രജൻ കൂടി ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഒരു ഉഭയദിശാ പ്രവർത്തനമാണ്. പിന്നെ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നാൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അമോണിയം ക്ലോറൈഡ് വിഘടിച്ചാൽ അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും വീണ്ടും നമുക്ക് ലഭിക്കുന്നു. ഇത് രണ്ടും ഉഭയദിശാ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് രണ്ടും ഏകദിശാ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരിക്കൽ കൂടി പറയാം, ഏകദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രം നടക്കുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാത്രം മാറുന്ന പ്രവർത്തനം ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളാവുന്നില്ല. എന്നാൽ ഉഭയദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളാവുകയും ആ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളാവുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി ഉഭയദിശാ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഉഭയദിശാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ച ഉദാഹരണമാണ് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം. ഈ അമോണിയം ക്ലോറൈഡ് എന്ന പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞു, അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു, അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അമോണിയം ക്ലോറൈഡ് വിഘടിച്ചിട്ട് അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് തിരിച്ചു മാറുന്നു. ഇവിടെ ഇങ്ങോട്ട് നടക്കുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തെ നമ്മൾ പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ അമോണിയം ക്ലോറൈഡ് വിഘടിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് അമോണിയായിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് അമോണിയായിട്ട് തിരിച്ചു വരുന്ന പ്രവർത്തനത്തെ, അതായത് ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളായിട്ട് മാറുന്ന പ്രൊഡക്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് മാറുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ പശ്ചാത്പ്രവർത്തനം പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻസ് ആയിട്ട് മാറുന്ന പ്രവർത്തനങ്ങളാണ് പശ്ചാത്പ്രവർത്തനം അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ ഉഭയദിശാ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ എന്താണ് പുരോപ്രവർത്തനം, എന്താണ് പശ്ചാത്പ്രവർത്തനം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഇതിൻ്റെ സന്തുലനാവസ്ഥ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഉഭയദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇരുഭാഗത്തേക്കും നടക്കുന്ന പ്രവർത്തനമാണ്. അതിന് സന്തുലനാവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ പുരോപ്രവർത്തനത്തിൻ്റെയും പാശ്ചാത്പ്രവർത്തനത്തിൻ്റെയും വേഗത തുല്യമാവുന്ന ഘട്ടത്തെയാണ് സന്തുലനാവസ്ഥ എന്ന് പറയാം, അല്ലേ? അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ റേറ്റിൽ വരുന്ന സംഗതിയാണ് ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, രാസസന്തുലനം എന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? രാസസന്തുലനത്തിൽ മോളിക്യുലർ മൂവ്മെന്റിന്റെ തന്മാത്രകളുടെ ചലനം നടക്കുന്നുണ്ട്, പിന്നെ മോഷൻ നടക്കുന്നുണ്ട്. അവിടെ രാസപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താണ്, അവിടെ ഒരേ വേഗതയാണ് പുരോപ്രവർത്തനത്തിനും പശ്ചാത്പ്രവർത്തനത്തിനും. അവിടെ പുതിയ പ്രൊഡക്റ്റ് മോളിക്യൂൾ, പിന്നെ ഉൽപ്പന്നങ്ങളുടെ തന്മാത്രകൾ പുതുവായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ അഭികാരക തന്മാത്രകളും രൂപം കൊള്ളുന്നുണ്ട്. അതിനെയാണ് സന്തുലനാവസ്ഥ, അതിൽ കെമിക്കൽ ഇക്വിലിബ്രിയം, രാസസന്തുലനം എന്ന് പറയുന്നത്. ഈ രാസസന്തുലനത്തിൽ ഒരു വ്യൂഹം, ഒരു രാസപ്രവർത്തനം രാസസന്തുലനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്മാത്രാ ചലനം ഗതികമാണ് എന്ന് പറഞ്ഞാൽ അത് തന്മാത്രകളുടെ ചലനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിത് കാഴ്ചയ്ക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും തന്മാത്രകളുടെ ചലനം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്തുലനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ചിലരൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സന്തുലനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, എന്താണ് സന്തുലനാവസ്ഥ? സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പുരോപ്രവർത്തനത്തിൻ്റെയും പാശ്ചാത്പ്രവർത്തനത്തിൻ്റെയും വേഗത തുല്യമാവുന്നു. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും സ്പീഡ്, റേറ്റ് ഈക്വൽ ആവുന്ന ആ ഘട്ടത്തെയാണ്, ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക,
കെമിക്കൽ ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥ എന്ന് പറയാം. ആ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, സന്തുലനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാം എപ്പോഴും ഒരേ സ്പീഡായിരിക്കും ഉണ്ടാവുക. അതിനാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞത്. സന്തുലനാവസ്ഥ നിലനിർത്തി പോകുന്ന സംഭവം അതാണ്. അവിടുന്ന് അങ്ങോട്ട് ഈ രാസപ്രവർത്തനം ഒരേ വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവിടെ അഭികാരകത്തിന്റെ അളവിനോ ഉൽപ്പന്നത്തിന്റെ അളവിനോ വ്യത്യാസം ഉണ്ടാവുന്നില്ല. സന്തുലനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ അഭികാരകത്തിന്റെ അളവിനോ ഉൽപ്പന്നത്തിന്റെ അളവിനോ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ സന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അല്ലെ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ രാസസന്തുലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ മുമ്പ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ചിഹ്നം വഴിയാണ് നമ്മൾ പിന്നെ ഉഭയദിശാ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുക. റിവേഴ്സിബിൾ റിയാക്ഷൻസിന് ഈ ഒരു സൈൻ ആരോ മാർക്കിന്റെ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്, നേരത്തെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ 4 ഘടകങ്ങളാണ് രാസപ്രവർത്തനത്തിൽ രാസസന്തുലനത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ. ഒന്നാമത്തത് ഗാഢത, കോൺസെൻട്രേഷൻ. രണ്ടാമത്തത് മർദ്ദം, പ്രഷർ. മൂന്നാമത്തെ താപനില, ടെമ്പറേച്ചർ. നാലാമത്തെ ഉൽപ്രേരകം, കാറ്റലിസ്റ്റ്. ഈ 4 ഘടകങ്ങളാണ് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് രാസസന്തുലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ 4 ഇനി ഈ 4 എങ്ങനെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലൊരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ട ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സിലൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ചേഞ്ച് ഈ റിയാക്ഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും മിക്ക ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി പറയുന്നു, ഈ 4 ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഈ റിയാക്ഷനിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷന് എന്ത് സംഭവിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും, പുരോപ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും, പശ്ചാത് പ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും, അതാണ് ഉത്തരമായിട്ട് നമുക്ക് എഴുതേണ്ടി വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഗാഢതയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഗാഢതയുമായി ബന്ധപ്പെട്ട കാര്യം, ഗാഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ പദാർത്ഥത്തിന്റെ അളവിനെയാണ് നമ്മൾ ഗാഢത എന്ന് പറയാം. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും അമോണിയയും ഉണ്ട്. അതിന്റെ അളവിനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗാഢത എന്ന് പറയുന്നത്. നിശ്ചിത വ്യാപ്തത്തിലുള്ള അതിന്റെ അളവിനെ. അപ്പോൾ നമുക്ക് അതിന്റെ അളവ് മാത്രം പഠിച്ചാൽ മതി. ഈ അളവിനെയാണ് നമ്മൾ ഗാഢത എന്നിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ആ ഗാഢത വർദ്ധിച്ചാൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും, ഏതിൻ്റെയൊക്കെ ഗാഢത വർദ്ധിച്ചാൽ എങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമ്മൾ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിച്ചാൽ, ഒറ്റ വാക്ക്, അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിച്ചാൽ പുരോപ്രവർത്തനം വേഗത്തിലാകും. അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിച്ചാൽ പുരോപ്രവർത്തനം വേഗത്തിലാകും. ഉൽപ്പന്നങ്ങളുടെ ഗാഢത വർദ്ധിച്ചാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിലാകും. ഗാഢതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയണത്, കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയണത്. എന്താണ്, അഭികാരകങ്ങളുടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകും. റിയാക്ടൻസിന്റെ ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടിയാൽ, കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകും. പശ്ചാത് പ്രവർത്തനം വേഗത്തിലാകും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗാഢതയുമായി, കോൺസെൻട്രേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, റിയാക്ടൻസിന്റെ അഭികാരങ്ങളുടെ ഗാഢത കൂടിയാൽ പുരോപ്രവർത്തനം വേഗത്തിലാവും. ഉൽപ്പന്നങ്ങളുടെ ഗാഢത കൂടിയാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിലാവും. ഇനി നേരെ തിരിച്ചായാൽ അങ്ങനെയും, ഇതിന്റെ ഗാഢത കുറഞ്ഞാലോ, ഓപ്പോസിറ്റ്. ഇതിന്റെ ഗാഢത കൂടിയാൽ പുരോപ്രവർത്തനം വേഗത്തിലാവുന്നുവെങ്കിൽ ഇതിന്റെ ഗാഢത കുറഞ്ഞാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിലാവുക. ഇതിന്റെ ഗാഢത കൂടിയാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിലാവുന്നു നമ്മൾ പഠിച്ചല്ലേ. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും നമ്മൾ പഠിച്ചത്. എന്നാൽ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കുറഞ്ഞാലോ ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും, പുരോപ്രവർത്തനം വേഗത്തിലാവും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വരുന്നൊരു ചോദ്യത്തിന് ഒരു ചോദ്യം, അതായത് കൂടിയ അളവിൽ നൈട്രജൻ ചേർക്കുന്നു. ഇങ്ങോട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചു, അതായത് ഇവിടെ ഒരു സമവാക്യം നിന്ന്, രാസപ്രവർത്തനത്തിന്റെ സമവാക്യം നൽകിയിരിക്കുന്നു. താഴെ പറയുന്ന ഘട്ടങ്ങളിൽ, താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഈ രാസപ്രവർത്തനത്തിനുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്, രാസപ്രവർത്തനത്തിനുണ്ടാകുന്ന
ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചു വിചാരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഇവിടെ നൈട്രജന്റെ അളവ് കൂട്ടുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അളവ് കൂട്ടുന്നു, അല്ലെങ്കിൽ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അളവ് കൂട്ടുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു. ഈ ചോദ്യത്തിനൊക്കെ ഒറ്റ ഉത്തരമാണുള്ളത്. എന്ന് വെച്ചാൽ അഭികാരകങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭികാരകത്തിന്റെയോ ഗാഢത കൂടിയാൽ പുരോപ്രവർത്തനമാണ് വേഗത്തിലാവുക. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അളവ് കൂട്ടുന്നു, അല്ലെങ്കിൽ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു എന്നാണെങ്കിൽ ഉത്തരം എന്താ? പുരോപ്രവർത്തനം വേഗത്തിലാകും, ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ നൈട്രജനും ഹൈഡ്രജനും ഒക്കെ എന്താണ്? റിയാക്ടൻസ് ആണ്, അഭികാരകങ്ങളാണ്. അഭികാരങ്ങളുടെ അളവ് കൂടിയാൽ പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അമോണിയ തുടർച്ചയായി വ്യൂഹത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അമോണിയ തുടർച്ചയായി വ്യൂഹത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. അമോണിയ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അമോണിയയുടെ അളവ് കുറയ്ക്കല്ലേ? അമോണിയയുടെ അളവ് ഇവിടെ കുറയ്ക്കല്ലേ? അമോണിയയുടെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഗാഢത കുറയ്ക്കല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ അളവ് ആണ്, ഗാഢത എന്ന് പറഞ്ഞ അളവായിട്ട് മനസ്സിലായിക്കോണം. അപ്പൊ അമോണിയയുടെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഗാഢത കുറയ്ക്കല്ലേ? അതിനർത്ഥം ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറഞ്ഞു എന്നല്ലേ? ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറഞ്ഞു എന്നല്ലേ? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്നല്ലേ? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ഏത് റിയാക്ഷൻ ഫാസ്റ്റ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേർഡ് ആണ് ഫാസ്റ്റ് ആവുക, കുറഞ്ഞാലോ ഫോർവേഡ് ഫാസ്റ്റ് ആകും. അമോണിയ നീക്കം ചെയ്യുന്നു എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അമോണിയയുടെ ഗാഢത കുറക്കുന്നു എന്ന് ചോദിച്ചോണമെന്നില്ല. അമോണിയ നീക്കം ചെയ്യുന്നു, അതിനർത്ഥം എന്താ? അമോണിയയുടെ ഗാഢത കുറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അമോണിയയുടെ ഗാഢത കുറഞ്ഞാലും ഏതാ ഫാസ്റ്റ് ആവുക? ഫോർവേഡ് റിയാക്ഷൻ. അതായത് ഈ ഗാഢതയിൽ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് അവിടെ നിന്ന് മറ്റേ ഭാഗത്തേക്കുള്ള പ്രവർത്തനം വേഗത്തിലാവും. എന്ന് വെച്ചാൽ ഇവിടെ രണ്ടിന്റെയും ഗാഢത കൂട്ടിയാൽ, നൈട്രജന്റെയും ഹൈഡ്രജന്റെയും ഗാഢത കൂട്ടിയാൽ ഇവിടെ കൂടുതൽ ഇവിടെ കുറവാ, ഇവിടുത്തെ അങ്ങോട്ടുള്ള പ്രവർത്തനം. അമോണിയയുടെ ഗാഢത കുറക്കുമ്പോഴും ഇവിടെ കുറവ് ഇവിടെ കൂടുതൽ, അപ്പോഴും കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള പ്രവർത്തനമാണ് ഫാസ്റ്റ് ആവുക. അതാണ് ഒരു കാര്യം, ഗാഢതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അതാണ്. ചിലപ്പോൾ മറ്റുള്ള പല സമവാക്യങ്ങൾ നമുക്ക് തരാം, പല സമവാക്യങ്ങളും തരാം. ഏത് സമവാക്യം തന്നു കഴിഞ്ഞാലും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അഭികാരകങ്ങളുടെ ഗാഢത കൂടിയാൽ പുരോപ്രവർത്തന വേഗത കൂടും. തിരിച്ചും അല്ലെങ്കിൽ മറിച്ചും. ഇങ്ങനെ അഭികാരങ്ങളുടെ ഗാഢത കുറഞ്ഞാൽ പശ്ചാത്പ്രവർത്തന വേഗത കൂടും. ഇനി ഉൽപ്പന്നത്തിന്റെ ഗാഢത കൂടിയാൽ പശ്ചാത്പ്രവർത്തനത്തിന്റെ വേഗത കൂടും. ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറഞ്ഞാലോ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടും. അവിടെ പശ്ചാത്പ്രവർത്തനത്തിന്റെ വേഗത കുറയുമെന്നല്ല പറയേണ്ടത്, പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടും. അതാണ് ഗാഢതയുമായിട്ട് ബന്ധപ്പെട്ട ഏത് രാസപ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ട ഉത്തരം അതാണ്. ഇനി രണ്ടാമത്തത് മർദ്ദം. മർദ്ദം എങ്ങനെയാണ് മർദ്ദത്തിന് സ്വാധീനം? ഒരു രാസപ്രവർത്തനത്തിലെ മർദ്ദത്തിന്റെ സ്വാധീനം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ? ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് മർദ്ദത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം, അതിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അഭികാരകത്തിന്റെ ഭാഗത്തും ഉൽപ്പന്നത്തിന്റെ ഭാഗത്തുമുള്ള തന്മാത്രകളുടെ അനുപാതം ഒന്ന് കണ്ടെത്തണം. എന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ടുമാണ് അഭികാരകങ്ങൾ, റിയാക്ടൻസ്. ഇവിടെ ഇതാണ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നം. ആ രണ്ടിന്റെയും ആകെ തന്മാത്രകളുടെ എണ്ണം കാണണം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു നൈട്രജനും 3 ഹൈഡ്രജനുമാണ്. അപ്പൊ ആകെ 4 തന്മാത്രകളുണ്ട്. N2 മാത്രമേ ഉള്ളൂ, ഒന്ന് മുന്നിലിട്ടിട്ടില്ല, നമ്മൾ പെട്ട് കൊടുത്താണ്. അപ്പോൾ ഒരു നൈട്രജനും 3 ഹൈഡ്രജനുമാണ്. അപ്പൊ ആകെ 4 തന്മാത്രകളാണ് ഇവിടെ ഉള്ളത്, അഭികാരകങ്ങളുടെ ഭാഗത്തുള്ളത്. എന്നാൽ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് ആകെ 2 തന്മാത്രകൾ, 2NH3 എന്നാണ്. 2 തന്മാത്രകളാണ് ഉൽപ്പന്നത്തിന്റെ ഭാഗത്തുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, അഭികാരകത്തിന്റെ ഭാഗത്തും 4 തന്മാത്രകളും, 1, 3, 4 തന്മാത്രകൾ. ഉൽപ്പന്നം ഒരു ഉൽപ്പന്നമേ ഉള്ളൂ, അതിനാകെ 2 തന്മാത്രകളേ ഉള്ളൂ. 2 തന്മാത്രകൾ അവിടെയുമുണ്ട്. നമ്മൾ പറയുന്നത് മർദ്ദത്തിന്റെ, പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഈ റിയാക്ഷന്. അപ്പൊ എങ്ങനെയാ പ്രഷർ സ്വാധീനം ചെലുത്തുക, മർദ്ദം സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാ? ഏത് ഭാഗത്താണോ തന്മാത്രകളുടെ എണ്ണം കൂടുതലുള്ളത് ആ ഭാഗത്ത് നിന്ന് തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞ ഭാഗത്തേക്കുള്ള പ്രവർത്തനം ഫാസ്റ്റ് ആകും. ഇവിടെ ഇപ്പൊ അഭികാരകത്തിന്റെ ഭാഗത്ത് 4 തന്മാത്രകളും ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് 2 തന്മാത്രകളും അല്ലേ? അപ്പൊ അഭികാരകത്തിന്റെ ഭാഗത്ത് നിന്ന് ഉൽപ്പന്നത്തിന്റെ ഭാഗത്തേക്കുള്ള പ്രവർത്തനം ഫാസ്റ്റ് ആകും. റിയാക്ടന്റിന്റെ പാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് പാർട്ടിലേക്കുള്ള റിയാക്ഷൻ ഫാസ്റ്റ് ആകും. കാരണം എവിടെയാണോ മോളിക്യൂൾസ് കൂടുതലുള്ളത് അവിടെ കൂടുതൽ പ്രഷർ ഇൻഫ്ലുവൻസ്. എവിടെയാണോ കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് അവിടെയാണ് കൂടുതൽ പ്രഷർ ഉണ്ടാവുക. പ്രഷർ കൂടിയ ഭാഗത്ത് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആവുക. അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്യൂൾസ് കൂടിയ ഭാഗത്ത് നിന്ന് മോളിക്യൂൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആവുക. തന്മാത്രകളുടെ എണ്ണം കൂടിയ ഭാഗത്ത് നിന്ന് തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞ ഭാഗത്തേക്കാണ്
രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുക. ഇവിടെ അഭികാരകത്തിന്റെ ഭാഗത്ത് തന്മാത്രകളുടെ എണ്ണം കൂടുതലും ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് കുറവാണ്. അപ്പൊ അഭികാരകത്തിന് ഉൽപ്പന്നത്തിന് അത് ഏത് പ്രവർത്തനം? പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകും. ഇനിയിപ്പോ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള SO2 plus 2SO2 plus O2 gives 2SO3 plus താപം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതി അവിടെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് ഇതേ ഒരു സാഹചര്യം കാണാം. ഇവിടെ 2 സൾഫർ ഡൈ ഓക്സൈഡും 1 ഓക്സിജനുമാണ്. അപ്പൊ ആകെ 3 തന്മാത്രകൾ. ഉൽപ്പന്നത്തിന്റെ ഭാഗത്തിലുള്ള 2 തന്മാത്രകൾ. കൂടുതൽ എവിടെയാണ്? അഭികാരത്തിന്റെ ഭാഗത്ത്. അഭികാരത്തിന്റെ ഭാഗത്ത് ഉൽപ്പന്നത്തിന്റെ ഭാഗത്തേക്കുള്ള പ്രവർത്തനം വേഗത്തിലാവും എന്നുള്ളതാണ് ഈ രാസപ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ മറ്റൊന്ന് N2 plus O2 gives 2NO. അതേപോലെ H2 plus I2 gives 2HI. ഇത് 2 രാസപ്രവർത്തനങ്ങൾ. ഒന്ന് N2 plus O2 gives 2NO. നൈട്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു. ഹൈഡ്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് ഹൈഡ്രജൻ അയോഡൈഡ് ഉണ്ടാവുന്നു. ഈ രാസപ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 1 നൈട്രജനും 1 ഓക്സിജനും, ആകെ 2 തന്മാത്രകളാണ് അഭികാരത്തിന്റെ ഭാഗത്ത്, 2 നൈട്രിക് ഓക്സൈഡ്. അപ്പൊ ആകെ ഉള്ളത് എത്രയാ? 2 വീതം തന്മാത്രകളാണ് 2 ഭാഗത്തുള്ളത്. ഇവിടെയും അതേപോലെ തന്നെ 1 ഹൈഡ്രജനും 1 അയോഡിനും 2 തന്മാത്രകൾ, 2 ഹൈഡ്രജൻ അയോഡിനും 2 തന്മാത്രകൾ. 2 ഭാഗത്തും ഒരേ എണ്ണം തന്മാത്രകളുള്ള ഇത്തരം രാസപ്രവർത്തനങ്ങളിൽ മർദ്ദത്തിന് വ്യക്തമായ സ്വാധീനം ഉണ്ടായിരിക്കുകയില്ല. കാരണം 2 ഭാഗത്തും ഒരേ മർദ്ദമാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് ഇരുഭാഗത്തും ഒരേ എണ്ണം തന്മാത്രകളുള്ള രാസപ്രവർത്തനങ്ങളിൽ അവിടെ പ്രഷറിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയേ ഇല്ല എന്നുള്ളതുമാണ് നമ്മൾ പ്രഷറിന്റെ കാര്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്ന സംഭവമാണ്. ഈ താപനിലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും എളുപ്പം, ഞാനിതിന്റെ ഉത്തരം മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞു, ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ രാസപ്രവർത്തനം എഴുതിയിട്ട് നമുക്കറിയാം N2 plus 3H2 gives 2NH3 plus താപം, ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം. ഇങ്ങനെയാണ് രാസപ്രവർത്തനം. അപ്പൊ ഈ താപനില എങ്ങനെ ഈ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരം ഈ ഹീറ്റ് എവിടെയാന്ന് നോക്കുക. ഹീറ്റ് എവിടെയാണ്? അപ്പൊ ഇവിടെ ഹീറ്റ് പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്, താപം ഉൽപ്പന്നത്തിന്റെ ഭാഗത്താണ്. ചില രാസപ്രവർത്തനങ്ങൾ എന്തായിരിക്കും? താപം അഭികാരകത്തിന്റെ ഭാഗത്തായിരിക്കും, താപം അഭികാരകത്തിന്റെ ഭാഗത്തായിരിക്കും. ആ ഒരു ഫാക്ടറാണ് താപനില എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമുക്കുള്ള ഉത്തരം അതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്, ഉൽപ്പന്നത്തിന്റെ ഭാഗത്താണ്. ചില രാസപ്രവർത്തനങ്ങൾ എന്തുണ്ടായിരിക്കാം? പ്രൊഡക്റ്റിന്റെ റിയാക്ടന്റിന്റെ സൈഡിലായിരിക്കാം ഹീറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കുന്നത് ഹീറ്റ് റിയാക്ടന്റ് സൈഡിലാണ്. ഹീറ്റ് റിയാക്ടന്റ് സൈഡിലാണെങ്കിൽ, അതായത് അഭികാരങ്ങളുടെ ഭാഗത്താണ് ഹീറ്റ് എങ്കിൽ, താപം എങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫാസ്റ്റ് ആവുക. ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുരോപ്രവർത്തനം വേഗത്തിലാവും. എന്നാൽ ഹീറ്റ് പ്രൊഡക്റ്റ് സൈഡിലാണെങ്കിൽ, ഉൽപ്പന്നത്തിന്റെ ഭാഗത്താണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകും, പശ്ചാത്പ്രവർത്തനം ഫാസ്റ്റ് ആകും. ഒരിക്കൽ കൂടി പറയുന്നു, ഹീറ്റ് റിയാക്ടന്റിന്റെ അഭികാരങ്ങളുടെ കൂടെയാണ് ഹീറ്റ് എങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും, പൂർവ്വപ്രവർത്തനം വേഗത്തിലാവും. എന്നാൽ ഹീറ്റ് പ്രൊഡക്റ്റിന്റെ സൈഡിലാണെങ്കിൽ, ഉൽപ്പന്നത്തിന്റെ കൂടെയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും. ഈ റിയാക്ഷനിൽ എവിടെയാണ് ഹീറ്റ്? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്, ഉൽപ്പന്നത്തിന്റെ കൂടെയാണ് ഹീറ്റ്. അപ്പൊ ഏത് ഇവിടെ നമ്മൾ താപനില കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ് കൂടുക? പുരോപ്രവർത്തനമാണോ? അല്ല, പശ്ചാത്പ്രവർത്തനം കൂടാ. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചത് ഹീറ്റ് പ്രൊഡക്റ്റിന്റെ ഭാഗത്താണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ പശ്ചാത്പ്രവർത്തനം ഫാസ്റ്റ് ആവും. ഇവിടെ ഹീറ്റ് ഉൽപ്പന്നത്തിന്റെ കൂടെയാണ്, അല്ലെ, പ്രൊഡക്റ്റിന്റെ കൂടെയാണ്. അപ്പൊ പശ്ചാത്പ്രവർത്തനമാണ് വേഗത്തിലാവാനുള്ള സാധ്യതയുള്ളത് ഇവിടെ. എന്നാൽ അമോണിയയുടെ നിർമ്മാണത്തിൽ മാത്രം നമ്മൾ പഠിക്കുന്ന കാര്യമുണ്ട്. അമോണിയയിൽ നൈട്രജൻ എന്ന് പറയുന്ന അഭികാരകത്തിന്റെ നിഷ്ക്രിയ സ്വഭാവം മൂലം ഇവിടെ 450 ഡിഗ്രി സെൽഷ്യസ് എന്ന അനുകൂല താപനില ഉപയോഗിച്ചുകൊണ്ടാണ് അമോണിയയുടെ നിർമ്മാണം സാധ്യമാക്കുന്നത്. കാരണം അത്രയും താപനില ഉണ്ടെങ്കിൽ നൈട്രജൻ അഭികാരകങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന എനർജി കിട്ടുള്ളൂ. അതുകൊണ്ട് അത്രയും ടെമ്പറേച്ചർ ഇവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ഇതാണ്, അഭികാരങ്ങളുടെ കൂടെയാണ് ഹീറ്റ് എങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും, ഉൽപ്പന്നത്തിന്റെ കൂടെയാണ് ഹീറ്റ് എങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനും ഫാസ്റ്റ് ആവും. അപ്പൊ ഇത്രയുമാണ് അത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ താപനില. ഇനി നമുക്ക് പറയാനുള്ളത് ഉൽപ്രേരകം.
ഉൽപ്രേരകത്തിൻ്റെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന കാര്യം, അതായത് ഉൽപ്രേരകം എപ്പോഴാണ് സ്വാധീനം ചെലുത്തുക? ഒരു രാസപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ മുമ്പ്, സന്തുലനാവസ്ഥയിൽ എത്തുന്നതിൻ്റെ മുമ്പാണ് ഈ ഉൽപ്രേരകം സ്വാധീനം ചെലുത്തുക. സന്തുലനാവസ്ഥയിൽ എത്തുന്നതിൻ്റെ മുമ്പ് ഉൽപ്രേരകം പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്തലപ്രവർത്തനത്തിൻ്റെയും വേഗത ഒരുപോലെ വർദ്ധിപ്പിക്കുകയും വേഗത്തിൽ സന്തുലനാവസ്ഥയിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉൽപ്രേരകത്തിൻ്റെ ഡ്യൂട്ടി. അത്രയേ ഉള്ളൂ ഉൽപ്രേരകത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇത്രയാണ് ഈ സന്തുലനാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി നമുക്കിത് സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കാര്യങ്ങൾ, സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ H2SO4 നമുക്കറിയാം രാസസൂത്രം അതാണ്. പിന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങൾ അല്ലേ, ആസിഡാണ്, അതുകൊണ്ട് തന്നെ പുളിരുചി ഉണ്ടായിരിക്കും, കൊറോസീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ തീവ്രതയുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ സ്വഭാവങ്ങൾ പുളിരുചിയുണ്ട്, ആസിഡാണെന്ന് നേരത്തെ പറഞ്ഞു, പുളിരുചി ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു നിറം സൾഫ്യൂരിക് ആസിഡിനില്ല. പിന്നെ ഇതിനെ നേർപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ജലവുമായിട്ട് ചേരുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനമാണ്. ഉയർന്ന അളവിൽ താപം ഉണ്ടാവും സൾഫ്യൂരിക് ആസിഡ് ജലമായിട്ട് കൂടുന്നു. അപ്പോൾ ഒരിക്കലും ആസിഡിലേക്ക് ജലം ഒഴിച്ച് നേർപ്പിക്കാതെ ജലത്തിലേക്ക് ആവശ്യാനുസരണം ആസിഡ് ചേർത്തിട്ട് വേണം സൾഫ്യൂരിക് ആസിഡിനെ നേർപ്പിക്കാൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന കോണ്ടാക്ട് പ്രോസസ് അല്ലേ, സമ്പർക്ക പ്രക്രിയ എന്നുള്ളതാണ് വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത്. അതിൻ്റെ ഘട്ടങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സൾഫറിനെ വായുവിൽ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. സിമ്പിൾ ആയിട്ടുള്ള ഘട്ടമാണ്. സൾഫറിനെ വായുവിൽ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. രണ്ടാമത്തെ ഘട്ടമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം, ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡിനെ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. സൾഫർ ഡൈ ഓക്സൈഡിനെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് സൾഫർ ട്രൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതൊരു ഉഭയദിശാ പ്രവർത്തനമാണ് അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ച പോലെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഈ റിവേഴ്സിബിൾ റിയാക്ഷനിലെ പ്രത്യേകത എന്താ? ഇവിടെ 450 ഡിഗ്രി സെൽഷ്യസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ്, അനുകൂല ഊഷ്മാവാണ് 450 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുത്തെ ഉൽപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. കാറ്റലിസ്റ്റ് ഈസ് വനേഡിയം പെൻറ്റോക്സൈഡ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഇത് നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സന്തുലനാവസ്ഥയുമായിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിൽ നമ്മൾ അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ബാധകമാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മർദ്ദത്തിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ മർദ്ദത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ 2ഉം 1ഉം 3 തന്മാത്രകൾ ഇവിടെയും 2 തന്മാത്ര ഇവിടെയാണ്. 3 മോളിക്യൂൾ റിയാക്ടൻ സൈഡിലും 2 മോളിക്യൂൾ പ്രൊഡക്റ്റ് സൈഡിലുമാണ്. സ്വാഭാവികമായും പ്രഷർ കൂട്ടിയാൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ഇംപ്രൂവ് ചെയ്യണം, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവണം. കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ ഒരു മെത്തേഡ് സ്വീകരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മെത്തേഡ് അപ്ലിക്കബിൾ അല്ല, പ്രായോഗികമല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഹൈലി കൊറോസീവാണ്, തീവ്രനാശക സ്വഭാവമുള്ളൊരു വാതകമായതുകൊണ്ട് ഉയർന്ന മർദ്ദത്തിൽ അതിനെ ശേഖരിച്ചു വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ പ്രവർത്തനത്തെ മർദ്ദം പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാക്കുന്നുവെങ്കിലും മർദ്ദം പ്രയോഗിക്കാത്തതിൻ്റെ കാരണം ഇതാണ് കൊറോസീവ് ആയിട്ടുള്ള, അതായത് തീവ്രനാശക സ്വഭാവമുള്ള സൾഫർ ട്രയോക്സൈഡ് ഇവിടുത്തെ ഉൽപ്പന്നം എന്നുള്ളത് കൊണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ കൂടിയുണ്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ. ഈ ഘട്ടത്തിലെത്തിക്കുമ്പോൾ മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ബാക്കിയാവുന്നത്, സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടൂലേ? പിന്നെ എന്തിനാണ് മറ്റു രീതികൾ ഉപയോഗിക്കുന്നത്? സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ്. സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉയർന്ന അളവിൽ താപം പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്മോഗ് എന്ന ഒരു പദാർത്ഥം രൂപപ്പെടും അല്ലേ. ആ വാക്ക് വളരെ പ്രധാനമാണ്. ആ ചോദ്യം ചോദിച്ചാൽ അതിന് ആ ഉത്തരത്തിൽ സ്മോഗ് ഉണ്ടായിരിക്കണം. സ്മോഗ് എന്നൊരു പദാർത്ഥം രൂപപ്പെടുകയും അത് തുടർന്നുള്ള സൾഫർ ട്രയോക്സൈഡിൻ്റെ ജലത്തിൽ ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ആ മാർഗ്ഗം നമ്മൾ സ്വീകരിക്കാറില്ല. ഓക്കെ, നമ്മളത് വിട്ടു. ഇനി നമുക്ക് സൾഫർ ട്രയോക്സൈഡ് ആണ് ഇപ്പോൾ കിട്ടിയത്. അതിനെങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ആക്കാം? ഈ സൾഫർ ട്രയോക്സൈഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കണം. സൾഫർ ട്രയോക്സൈഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒലിയം കിട്ടും.
H2S2O7 ഒലിയം എന്നാണ് അതിൻ്റെ പേര്. ഈ ഒലിയത്തിലേക്ക് ജലം ചേർത്ത് നേർപ്പിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറച്ച് രാസഗുണങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാം, ഇതിൻ്റെ രാസഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ശോഷകാരക ഗുണം, ഡ്രൈയിങ് കപ്പാസിറ്റി, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകത്തിന്റെ നിർമ്മാണത്തിൽ, സൾഫർ ഡയോക്സൈഡ് വാതകത്തിന്റെ നിർമ്മാണത്തിലൊക്കെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ശോഷകാരകമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ജലത്തോടുള്ള പ്രതിപത്തികാരണം, ജലാംശം എവിടെ കണ്ടാലും വലിച്ചെടുക്കാനുള്ള കഴിവാണ് ശോഷകാരകത്തിനുള്ള ഗുണം. അപ്പോൾ ആ ശോഷകാരകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിന്റെ കൂടെ രാസപരമായി ലയിച്ച് ജലത്തെ വലിച്ചെടുക്കുക. ഉദാഹരണമായിട്ട് പഞ്ചസാര, C12H22O11. പഞ്ചസാര എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റാണ്. പഞ്ചസാരയിൽ ഒരിക്കലും ജലതന്മാത്രകൾ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ പഞ്ചസാരയിൽ 22:11 എന്ന് പറഞ്ഞാൽ 2:1 ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം. ഇത് ജലത്തിലുള്ള അതേ അനുപാതം. ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലതന്മാത്രകളായിട്ട് വലിച്ചെടുക്കാൻ സൾഫ്യൂരിക് ആസിഡിന് കഴിയും. ഉദാഹരണം, ഇതിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? C12H22O11 plus 11H2SO4 gives 12C plus 11H2SO4 H2O. ഇതാണ് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. പിന്നെ നിർജ്ജലീകരണം എന്ന് പറയുന്ന പ്രവർത്തനം അതാണ്. ഇവിടെ പഞ്ചസാരയുടെ കൂടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായിരുന്നു. ആ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലാംശമാക്കിയിട്ട് ആര് വലിച്ചെടുത്തു? സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്തു. ഈ സ്വഭാവത്തിനാണ് നിർജ്ജലീകാരക ഗുണം, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ്. അതേപോലെ നിർജ്ജല കോപ്പർ സൾഫേറ്റ്, ജലമില്ലാത്ത കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റാം. കോപ്പർ സൾഫേറ്റിന് നിർജ്ജല കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റാം. യഥാർത്ഥത്തിൽ കോപ്പർ സൾഫേറ്റിന്റെ രാസസൂത്രം ഇങ്ങനെയാണ്. ഇതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് CuSO4 പ്ലസ് ഇങ്ങനെയായിട്ട് മാറും. ഇങ്ങനെ ഒരു സ്വഭാവം, അതായത് സൾഫ്യൂരിക് ആസിഡ് ജലാംശത്തെ വലിച്ചെടുക്കുന്നതിന് മറ്റൊരു ഉദാഹരണമാണ്. ഡീഹൈഡ്രേഷൻ എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് നിർജ്ജല കോപ്പർ സൾഫേറ്റിനെ നിർജ്ജല കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം. അത് മറ്റൊന്ന്. പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു ഗുണമാണ് ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. രാസഗുണങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനത്തിന് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ലവണമാണ്. എന്തിന്റെ? ക്ലോറൈഡ് ലവണമാണ്. ക്ലോറൈഡ് ലവണവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാവുക. എന്താ അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇത് ക്ലോറൈഡ് ലവണമാണ്. ഈ ക്ലോറൈഡ് ലവണവുമായി സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചാൽ അതിൽ നിന്നും ആ ക്ലോറൈഡിന്റെ ആസിഡിന്, ക്ലോറൈഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ക്ലോറൈഡ് ആയിട്ട് വരുന്ന ആസിഡ്. അപ്പം ക്ലോറൈഡ് ലവണവുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ക്ലോറൈഡ് ലവണമായിട്ട്. അതേസമയം നൈട്രേറ്റ് ലവണവുമായിട്ട് പ്രവർത്തിച്ചാൽ എങ്ങനെയാ? NaNO3. നൈട്രേറ്റ് ലവണവുമായിട്ടാണ്, നൈട്രേറ്റ് സാൾട്ടുമായിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആയിരിക്കും. അതായത് ഒരു ആസിഡിന്റെ ലവണത്തിൽ നിന്ന് ആ ആസിഡിനെ ഉൽപ്പാദിപ്പിക്കാൻ സൾഫ്യൂരിക് ആസിഡ് സാധിക്കും. അതിന് ഉദാഹരണമാണ് ഈ രണ്ട് സമവാക്യങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ രണ്ട് സമവാക്യങ്ങൾ. സൾഫ്യൂരിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് പോലുള്ള ക്ലോറൈഡ് ലവണങ്ങളുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. സോഡിയം നൈട്രേറ്റ് പോലെയുള്ള നൈട്രേറ്റ് ലവണങ്ങളുമായി പ്രവർത്തിച്ചാൽ നൈട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനും സൾഫ്യൂരിക് ആസിഡിന് കഴിയും. ഏതൊരു ആസിഡിന്റെ സോൾട്ടാണോ ആ സോൾട്ടിൽ നിന്ന് അതാത് ആസിഡുകളെ പ്രിപ്പയർ ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ രാസഗുണങ്ങളിൽ വരുന്ന മറ്റൊരു ഗുണമാണ് ഓക്സിഡൈസിങ് നേച്ചർ, അതായത് ഓക്സീകരണ ഗുണം. സൾഫ്യൂരിക് ആസിഡിന് മറ്റു പദാർത്ഥങ്ങളെ ഓക്സീകരിക്കാനുള്ള കഴിവുണ്ട്. ഉദാഹരണമായിട്ട് നോക്ക്, ഇവിടെ കാർബണുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്.
കാർബണിന്റെ ഓക്സീകരണാവസ്ഥ 0 ഒറ്റക്ക് നിൽക്കുന്ന കാർബണിന്റെ ഓക്സീകരണാവസ്ഥ 0. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ +4 ഓക്സിജൻ -2 അതായത് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്തിയപ്പോൾ ഇൻക്രീസ് ചെയ്തു. അതായത് ആദ്യം രാസപ്രവർത്തനത്തിന് മുമ്പ് 0 ഉണ്ടായിരുന്ന ഓക്സീകരണാവസ്ഥ 4 ആയിട്ട് ഉയർന്നു. ഇത് നമുക്ക് മനസ്സിലാവുന്ന ഓക്സീകരണാവസ്ഥ ഉയരുമ്പം ഓക്സീകരണം നടക്കുന്ന കാർബണിന് ഓക്സീകരണം നടന്നു, അതിന്റെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോഴാണുള്ള പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ വരിക. അപ്പൊ അങ്ങനെ ഓക്സീകരണം നടന്നു. അത് തെളിയിക്കുന്നത് എങ്ങനെയാ? 0 ഉണ്ടായിരുന്ന ഓക്സീകരണാവസ്ഥ +4 ആയിട്ട് മാറി. അതിന് കാരണമായത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. ഈ സമവാക്യം പഠിച്ചു വെക്കുക, അത്ര പഠിച്ചാൽ മതി. ഈ സമവാക്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ കോപ്പർ തനിയെ നിൽക്കുമ്പോൾ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ എത്തിയപ്പോൾ എന്തായി? +2 ഓക്സീകരണാവസ്ഥയാണ് കോപ്പറിന് വന്നത്. അപ്പൊ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥയും കൂടി. അതിനും കാരണം സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ഓക്സിഡൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അവസാനമായിട്ട് ഈ ഭാഗത്ത് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ പിന്നെ സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന പരീക്ഷണം. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന പരീക്ഷണം കൂടുതലായിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ സാധ്യത, സമവാക്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയല്ല. എങ്കിൽ കൂടി നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കാം. സൾഫേറ്റ് ലവണങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ആ തന്നിരിക്കുന്ന ലവണത്തിലേക്ക് ചേർക്കുന്നത് ബേരിയം ക്ലോറൈഡ് ആണ്. ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൾഫേറ്റ് സോഡിയം സൾഫേറ്റിലേക്കാണ് ബേരിയം ക്ലോറൈഡ് ചേർത്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന 2 പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സോഡിയം ക്ലോറൈഡും മറ്റൊന്ന് ബേരിയം സൾഫേറ്റുമായിരിക്കും. ബേരിയം സൾഫേറ്റ്. അപ്പൊ എന്താണ്? ബേരിയം ക്ലോറൈഡ് നമ്മളൊരു സൾഫേറ്റിലേക്കാണ് ചേർത്തതെങ്കിൽ അവിടെ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടായിരിക്കും. ഇനി ഇത് ഉറപ്പിക്കാൻ കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട് അല്ലേ? ഉറപ്പിക്കാൻ നമ്മൾ ഒരു പരീക്ഷണം കൂടി നടത്തും. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ കിട്ടിയിരിക്കുന്ന വെളുത്ത അവക്ഷിപ്തത്തിലേക്ക്, വെളുത്ത പ്രസിപ്പിറ്റേറ്റിലേക്ക്, നമ്മൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസിപ്പിറ്റേറ്റ് അതേപോലെ അവിടെ ഉണ്ട് എങ്കിൽ, അത് അതിൽ സൊല്യൂബിൾ ആവുന്നില്ല എങ്കിൽ അത് സൾഫേറ്റ് സാൾട്ട് ആണ്, സൾഫേറ്റ് ലവണമാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് സാൾട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയുന്നത് ചേർക്കേണ്ടത് ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ വെളുത്ത അവക്ഷിപ്തം കിട്ടുകയാണെങ്കിൽ അത് സൾഫേറ്റ് ആയിരിക്കാം. അത് കൺഫേം ചെയ്യാൻ നമ്മൾ അതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോഴും ആ വെളുത്ത അവക്ഷിപ്തം അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയ ബേരിയം സൾഫേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാം? നമ്മൾ ഉപയോഗിച്ച ലവണം സോൾട്ട് എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ലവണമാണ്. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ കുറേ ഉപയോഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്ന ആ ഉപയോഗങ്ങളൊക്കെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് പോണേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 5ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യം വരാനുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു പോയി കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 1 മാർക്കും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഈ റിവിഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 5ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ചാപ്റ്ററുകളുടെയൊക്കെ റിവിഷൻ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിടാം. അത് കണ്ടിട്ട് പിന്നെ എല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി നമുക്ക് 2 ചാപ്റ്റർ കൂടിയാണ് ബാക്കിയുള്ളത്. 2 ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതൊന്നും കൂടി വ്യക്തതയോടുകൂടി കൂടുതൽ പിന്നെ രൂപഭംഗിയോടുകൂടി നമുക്ക് അതിൻ്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതുവരെ ഈ ചാനൽ കണ്ടിരുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പിന്നെ റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.